ദോഹയിൽ നിന്നാണ് അൻവർ പാലേരി ചെയ്യുന്നത്. അൻവർ പാലേരി, ഇപ്പോൾ ഈ ഇറാൻ ഖത്തർ ചർച്ചകൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇറാന്റെ വിദേശകാര്യമന്ത്രി അവിടെ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ചർച്ചകൾ, അങ്ങനെ അതടക്കം ഇപ്പോൾ ഈ അറബ് തലത്തിൽ നടക്കുന്ന കൂടിയാലോചനകൾ, ചർച്ചകൾ എന്തൊക്കെയാണ് അൻവർ പാലേരി? ഡോക്ടർ ഉന്മേഷ്, നേരത്തെ തന്നെ ഈ ആക്രമണം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക, ഈ ആക്രമണം ഇസ്രായേൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാനിലെ ആണവ നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ, അത് വലിയ തരത്തിലുള്ള ആണവ ചോർച്ചയ്ക്ക് ഇടയാക്കുമെന്ന തരത്തിലുള്ള വലിയ ആശങ്കകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിലവിലുണ്ട്. കാരണം ഭൂമിശാസ്ത്രപരമായി ഗൾഫ് രാജ്യങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ കാര്യമായി ബാധിക്കുക ഈ ഗൾഫ് രാജ്യങ്ങളെ, തൊട്ടടുത്ത രാജ്യങ്ങളെ ആയിരിക്കും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വലിയ ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് വളരെ വലിയ തരത്തിലുള്ള പല കൂടിക്കാഴ്ചകളും നടന്ന ദിവസം കൂടിയാണ്. ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി കൂടിക്കാഴ്ച നടത്തി. ഇസ്താംബൂളിൽ OICCയുടെ സമ്മേളനം, വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടക്കുന്നതിനിടയിലായിരുന്നു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിലും ഖത്തർ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ആക്രമണം അംഗീകരിക്കാനാവില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം, അതുപോലെ തന്നെ ഖത്തറിന്റെ പ്രസ്താവന. അതോടൊപ്പം തന്നെ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ അംബാസഡർമാരെയും വിളിച്ചു വരുത്തി ഇദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേധാവി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലും പ്രധാനമായും പങ്കുവച്ചത് GCC രാജ്യങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലുള്ള ആശങ്ക തന്നെയാണ്. അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണ ലക്ഷ്യമാക്കുന്നത് GCC രാജ്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഏതെങ്കിലും തരത്തിൽ അമേരിക്ക നേരിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ, നേരത്തെ TP ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ അമേരിക്ക നേരിട്ട് യുദ്ധമുന്നണിയിൽ നിൽക്കുന്നില്ല എന്നതൊഴിച്ചാൽ അമേരിക്കയുടെ വലിയ കൈകളി ആക്രമണത്തിന്റെ പിന്നിലുണ്ട്. അതേസമയം അമേരിക്ക നേരിട്ട് ഒരു ഇടപെടൽ കൂടി നടത്തുകയാണെങ്കിൽ, നമുക്കറിയാം 2003 ഗൾഫ് യുദ്ധം, കുവൈറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ യുദ്ധങ്ങൾ ഗൾഫ് മേഖലയെ വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇത് അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം മേഖലയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉന്മേഷ്, ശരി. അൻവർ പാലേരിയാണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.